തെരുവ് നായ്ക്കളെ പൊതുയിടങ്ങളിൽ നിന്നും പൂർണ്ണമായും നീക്കം ചെയ്യണമെന്ന സുപ്രീം കോടതി ഉത്തരവ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ എങ്ങനെ ഫലപ്രദമായി നടപ്പിലാക്കുമെന്ന ആശങ്ക ഉയരുന്നു. തളിപ്പറമ്പിലെ പൊതുയിടങ്ങൾ മിക്കതും കൈയടക്കിയ തെരുവ് നായകളെ കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. കോടതി ഉത്തരവ് ആശ്വാസമാകുമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് മുന്നിലെത്തിയത്. കഴിഞ്ഞ കുറെ കാലങ്ങളായി തളിപ്പറമ്പിലെ പ്രധാനപ്പെട്ട ഇടങ്ങളെല്ലാം തെരുവു നായ്ക്കൾ കൈയടക്കി വച്ചിരിക്കുകയാണ്. തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡ്, താലൂക്ക് ഓഫീസ്, ദേശീയപാത, മന്ന, തൃച്ചംബരം, ഇലത്താളം വയൽ, ഉണ്ടപ്പറമ്പ്, പുളിപ്പറമ്പ് അങ്ങനെ നിരവധി സ്ഥലങ്ങൾ നായകളുടെ ആവാസ കേന്ദ്രമാണ്. ഇവയെക്കൊണ്ടുള്ള ശല്യവും ഏറെയാണ്. കഴിഞ്ഞ ദിവസം പൊതുയിടങ്ങളിൽ നിന്നും തെരുവു നായ്ക്കളെ നീക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചതോടെ ഏറെ ആശ്വാസത്തിലായിരുന്നു ജനങ്ങൾ. തളിപ്പറമ്പ് നഗരസഭയിൽ തന്നെ 500ഓളം തെരുവു നായ്ക്കളുണ്ടെന്നാണ് കണക്ക്. അതിൽ 300ഓളം എണ്ണത്തിന് പേവിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവെപ്പ് നൽകിയിരുന്നു. ഇത്രയും നായ്ക്കളെ തെരുവിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കാനായി ഒരിടം കണ്ടെത്തുക എന്നത് നഗരസഭയെ സംബന്ധിച്ച് വലിയൊരു തലവേദനയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കോടതി ഉത്തരവ് എത്രത്തോളം പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ കഴിയുമെന്നതും ആശങ്കയുയർത്തുന്ന വസ്തുതയാണ്. തളിപ്പറമ്പ് നിവാസികൾ തെരുവുനായ ശല്യം കാരണം അനുഭവിക്കുന്ന ദുരിതം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കഴിഞ്ഞ കുറെ വർഷങ്ങളായി നായശല്യം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ 10 ദിവസത്തോളമായി ദേശീയപാതയിലെ തെരുവ് വിളക്കുകൾ പ്രവർത്തിക്കാതായത് നായപ്പേടിയുടെ ആക്കം കൂട്ടുന്നു. തളിപ്പറമ്പിൽ തെരുവുനായ്ക്കളുടെ ശല്യം അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ വിധിയുണ്ട്, ഇതിനെ ബന്ധപ്പെട്ട ബന്ധീകരണം നടത്തി ബന്ധപ്പെട്ട സ്ഥലത്തേക്ക് പാർപ്പിക്കണമെന്ന്. അപ്പോൾ ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചതോടുകൂടിയിട്ട് ഇനിയിപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഒരു സ്ഥലം ഏറ്റെടുക്കാൻ കഴിയാതൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം ജനങ്ങൾ വളരെയധികം ആശങ്കയിലാണ് ഉള്ളത്. കോടതി ഉത്തരവ് തളിപ്പറമ്പിൽ പൂർണ്ണമായും നടപ്പാക്കണമെങ്കിൽ കണക്കിൽപ്പെടുന്ന 500ഓളം വരുന്ന തെരുവു നായ്ക്കളെ വന്ധീകരിച്ച് സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റണം. എന്നാൽ ഇത്രയും തെരുവു നായ്ക്കളെ പാർപ്പിക്കാൻ മാത്രം സൗകര്യമുള്ള സംരക്ഷണ കേന്ദ്രം ഉണ്ടോ എന്നതും ഒരു ചോദ്യചിഹ്നമായി മുന്നിൽ നിൽക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.